വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൂൾസിൻ്റെ അമെൻമെൻറ്റ്സുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ്സാണ്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അമെൻമെൻറ്റും ഭാഗങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നിരുന്നു. അപ്പോൾ നമ്മുടെ മുൻപത്തെ ക്ലാസ്സുകൾ കാണാൻ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് അമെൻമെൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഡിസ്കസ് ചെയ്യാം. കൂടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടത് മാത്രമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് അമെൻമെൻറ്റ്സ് എൻ്റെ ക്ലാസ്സൊക്കെ നടത്തി വന്നായിരുന്നു. ഇപ്പം ഇനി 35A ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിന്നെ പ്രധാനപ്പെട്ട അമെൻമെൻറ്റ് വന്നിട്ടുള്ളത്. 17ാമത്തെ എൻട്രി ആയിട്ട് വന്നിട്ടുള്ളത് 35A ആണ് കേട്ടോ. അപ്പോൾ 35A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊസീജിയർ റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് എലക്ഷൻ ടു ദ കമ്മിറ്റി ഓഫ് സൊസൈറ്റീസ് ബൈ ദ ആരാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയേഴ്സാണ് ഈ 35A പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ചെറിയ 1-2 അമെൻമെൻറ്റുകളാണ് തുടക്കത്തിൽ പറയുന്നത്. പിന്നെ കുറച്ച് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വന്നത് നമ്മുടെ കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. പിന്നെ അവിടെ തൊട്ടിട്ടാണ് പിന്നെ പ്രധാനപ്പെട്ട അമെൻമെൻറ്റുകൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ അമെൻമെൻറ്റ് നമ്മൾ ആ സമയമാകുമ്പോൾ അമെൻമെൻറ്റ് ആണെന്ന് പറയുകയും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് അമെൻമെൻറ്റ് ആണെന്ന്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ദ കമ്മിറ്റി ഷാൾ മീറ്റ് അറ്റ്ലീസ്റ്റ് dash prior to the date of expiration of its term and pass a resolution fixing the date, time and place for the conduct of the election to the new committee. അതായത് പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തുള്ളത്. 35A റൂൾ 35A അതുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ കമ്മിറ്റി എത്ര ദിവസത്തിന് മുന്നേ തന്നെ, അതായത് ഒരു സൊസൈറ്റിയിൽ ഒരിക്കലും ഒരു കമ്മിറ്റി ഇല്ലാതെ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള എക്സിസ്റ്റിംഗ് കമ്മിറ്റിയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ അവർ തീരുമാനം എടുക്കണം എന്ന് ഇലക്ഷൻ നടത്താം എന്നതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഈ കമ്മിറ്റി ഭരണത്തിലിരിക്കുമ്പോൾ തന്നെയാണ് എന്ത് ചെയ്യുക, ഇലക്ഷനും കണ്ടക്ട് ചെയ്യേണ്ടത് കേട്ടോ. കമ്മിറ്റി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കമ്മിറ്റിക്കാരിറങ്ങിയതിന് ശേഷം ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു ദിവസം പോലും കമ്മിറ്റി ഇല്ലാതെ സൊസൈറ്റി വർക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് മുമ്പേ പറയുന്നത്. അപ്പോൾ 60 ദിവസം മുമ്പേ തന്നെ ഈ ഒരു ടേം എക്സ്പയറി ആവുന്നതിൻ്റെ 60 ദിവസം മുമ്പേ തന്നെ റെസല്യൂഷൻ പാസ് ചെയ്യണം. അതിനുശേഷം ഡേറ്റും ടൈമും പ്ലേസും എവിടെ വെച്ചിട്ടാണ് എലക്ഷൻ പുതിയ കമ്മിറ്റിക്ക് വേണ്ട എലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഡേറ്റും ടൈമും പ്ലേസും എല്ലാം എന്ത് ചെയ്യണം, കൂടിയാലോചിച്ച് തീരുമാനം എടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അതായത് 60 ദിവസം മുമ്പേ ടേം എക്സ്പയറി ആവുന്നതിൻ്റെ, ഇപ്പോൾ എക്സിസ്റ്റിംഗ് കമ്മിറ്റിയുടെ ടേം എക്സ്പയറി ആകുന്നതിൻ്റെ 60 ദിവസം മുമ്പ് തന്നെ റെസൊല്യൂഷൻ പാസ്സാക്കി ഡേറ്റും ടൈമും പ്ലേസ് ഫോർ ദ കണ്ടക്ട് ഓഫ് ദ എലക്ഷൻ ടു ദ ന്യൂ കമ്മിറ്റി ഫിക്സ് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് എ കോപ്പി ഓഫ് റെസൊല്യൂഷൻ. അപ്പോൾ എന്ത് പാസ്സാക്കണമെങ്കിലും റെസൊല്യൂഷൻ വേണമല്ലോ. ഒരു വ്യക്തിയുടെ തീരുമാനമല്ല, ഒരു കൂട്ടം ആൾക്കാരാണ് ഇവിടെ അല്ലേ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും തീരുമാനങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ എന്തും തീരുമാനം കൈക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എ കോപ്പി ഓഫ് റെസൊല്യൂഷൻ ഷാൾ ബി സെൻഡ് ടു ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. അതായത് റെസൊല്യൂഷൻ പാസ്സാക്കി ഇന്ന ദിവസമാണ് ഞങ്ങളുടെ ഇലക്ഷന് ഞങ്ങൾ റെഡിയാണ്, ഇന്ന പ്ലേസിൽ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് റെസൊല്യൂഷൻ റെഡിയായി. ഓക്കെ, അപ്പോൾ റെസൊല്യൂഷൻ റെഡിയായി കഴിഞ്ഞാൽ അത് ആർക്ക് അയക്കണം? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന് അയക്കണം. എങ്ങനെയൊക്കെയാണ് അയക്കേണ്ടത്, ആരിലൂടെയാണ് അയക്കേണ്ടതെന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ബൈ ത്രൂ, അപ്പോൾ എവിടെ വേണമെങ്കിലും ഡാഷ് വരാം നിങ്ങൾക്ക്, നമ്മളിട്ട ഡാഷ് അല്ലാതെ വേറെ എവിടെയെങ്കിലും വരാം. അപ്പോൾ എ കോപ്പി ഓഫ് റെസൊല്യൂഷൻ ഷാൾ ബി സെൻഡ് ടു ഡാഷ് ആണെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ആണ് ഉത്തരം. ബൈ ത്രൂ എങ്ങനെയാണ് അയക്കുന്നത്? രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അയക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയാസിലൂടെ അയക്കാം, അല്ലെങ്കിൽ ഇൻ പേഴ്സൺ ടു ഡ്യൂലി അക്നോളജ്മെൻറ്റോട് കൂടി അയക്കാം, വ്യക്തിപരമായി കൊണ്ടുകൊടുക്കാം. ഓക്കെ, ആർക്ക്? ദ രജിസ്ട്രാർ. ആർക്കാണ് കൊണ്ടുകൊടുക്കുന്നത്? രജിസ്ട്രാർക്ക് കേട്ടോ. ത്രൂ ആരിലൂടെ വേണം പോവാൻ? രജിസ്ട്രാറിലൂടെ വേണം പോവാൻ. ഓക്കെ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന് നേരിട്ടല്ല, രജിസ്ട്രാറിലൂടെയാണ് പോകേണ്ടത്. അപ്പോൾ രജിസ്ട്രാർക്കും അത് കാണണം എന്നർത്ഥം. വിത്തിൻ എ വീക്ക് എന്ന് പറയുന്നത്, അപ്പോൾ ഡേയ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിത്തിൻ എ വീക്കാണ് കേട്ടോ, അതങ്ങനെ തന്നെ പഠിക്കണം. വീക്ക് എന്ന് പറയുന്നത് വീക്ക് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഈ കോപ്പി ഓഫ് റെസൊല്യൂഷൻ്റെ കാര്യത്തിൽ പ്രധാനമായിട്ട് 3 ആളാണ് എൻഗേജ് ചെയ്തിട്ടുള്ളത്. ഒന്ന് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, പിന്നെ അതുപോലെ മൂന്നാമത്തെ ആൾക്കാർ 2 പേരാണ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനും രജിസ്ട്രാറും. പിന്നെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരാമെന്ന് വെച്ചാൽ, ഒന്ന് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ പഠിച്ചു വയ്ക്കണം, രജിസ്ട്രാർ പഠിച്ചു വയ്ക്കണം, പിന്നെ രജിസ്റ്റേർഡ് പോസ്റ്റ് ഓർ ഇലക്ട്രോണിക് മീഡിയ ഓർ ഇൻ പേഴ്സൺ പഠിച്ചു വയ്ക്കണം,
വിത്തിൻ എ വീക്കും പഠിക്കണം. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ തന്നെ 4 ഭാഗം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എവിടെ വേണമെങ്കിലും ഡാഷ് വരാവുന്ന രീതിയിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വന്നേക്കാം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി നെക്സ്റ്റ് വന്നിട്ട് സൊസൈറ്റീസ് വിത്തിൻ ഡാഷ് ആണ്. സൊസൈറ്റീസ് വിത്തിൻ ഡാഷ് ദ വോട്ടേഴ്സ് ലിസ്റ്റ്. ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ മേ ഇൻറ്റിമേറ്റ് each of the members in dash the particulars of notification by registered post with acknowledgement or speed post or through courier service approved by the ഹൈക്കോർട്ട് അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് കേട്ടോ, കേരള ഗവൺമെൻറ് അംഗീകരിച്ച എന്നുള്ള അർത്ഥത്തിൽ. അതായത് സൊസൈറ്റീസ് എന്ത് ചെയ്യണം, ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഇൻറ്റിമേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ അമെൻമെൻറ്റ് വന്നത് വേറെ കളറിൽ നമ്മൾ കാണിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അമെൻമെൻറ്റ് വന്ന ഭാഗം എന്താണെന്ന് വെച്ചാൽ പണ്ട് വന്നത് 500 ആയിരുന്നു കേട്ടോ. 500 മെമ്പേഴ്സ് എന്നാണ് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നോട്ട് മോർ ദാൻ 1000 മെമ്പേഴ്സ് എന്ന് വെച്ചു. 1000-ൽ കൂടാത്ത, നോട്ട് മോർ ദാൻ 1000, 1000 മെമ്പേഴ്സായി. ഇപ്പോൾ പണ്ട് 500 ആയിരുന്നു, ഇപ്പോൾ അത് 1000 മെമ്പേഴ്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നോട്ട് മോർ ദാൻ 1000 മെമ്പേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ളവർ വോട്ടേഴ്സ് ലിസ്റ്റ് എന്താ ചെയ്യേണ്ടത്? വോട്ടേഴ്സ് ലിസ്റ്റ് കേരള കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന് ഇൻറ്റിമേറ്റ്, അവരുടെ പണിയാണ് ഇൻറ്റിമേഷൻ അയക്കുക. ഈച്ച് ഓഫ് ദ മെമ്പേഴ്സിനും ഇത് അറിയിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈച്ച് ഓഫ് ദ മെമ്പേഴ്സിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ്, ആദ്യം അവിടെ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് എന്നാണ് ഉണ്ടായിരുന്നത്. പണ്ട് റൂളിലുണ്ടായിരുന്നത് ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് എന്നായിരുന്നു. ഇപ്പം അവിടെ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ആൾക്കാരെ അറിയിച്ചാൽ മതിയായിരുന്നു. ആദ്യം ഇലക്ഷൻ്റെ ഈ ഒരു എന്താ അറിയിക്കേണ്ടത്? ഇലക്ഷൻ്റെ ഇൻറ്റിമേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇൻറ്റിമേഷൻ അയക്കുക മെമ്പേഴ്സിന്. ഈ ഇലക്ഷൻ്റെ പർട്ടിക്കുലേഴ്സ് അടങ്ങിയ നോട്ടിഫിക്കേഷനാണ് കേട്ടോ. ഇലക്ഷൻ്റെ പർട്ടിക്കുലേഴ്സ് അടങ്ങിയ നോട്ടിഫിക്കേഷനാണ് ഈ പറഞ്ഞിട്ടുള്ള രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അക്നോളജ്മെൻറ്റോടുകൂടി സ്പീഡ് പോസ്റ്റോ കൊറിയർ സർവീസ് ഏതെങ്കിലും ആയാൽ പോരാ, ഒന്നെങ്കിൽ ഹൈക്കോർട്ട് ഓഫ് കേരള അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത കൊറിയർ സർവീസിലൂടെ വേണം അയക്കാൻ. ഇവരാണ് ഈ ഒരു പർട്ടിക്കുലേഴ്സ് ഓഫ് നോട്ടിഫിക്കേഷൻ അയക്കുക, അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് അയക്കുക, അതിന് വേണ്ടിയിട്ടാണ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പണ്ട് പറഞ്ഞിരുന്നത് ഈ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് എന്നായിരുന്നു. ഇപ്പോൾ പക്ഷേ പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് എന്നാക്കിയിട്ടുണ്ട് ഇവിടെ അമെൻഡ് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള എല്ലാവരെയും അറിയിക്കണം. ഓക്കെ, മറ്റത് ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളവർ മാത്രം അറിയിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ അതല്ല, അപ്പോൾ അത് മാറ്റിയിട്ട് പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരെയാണ് അറിയിക്കേണ്ടത് ആദ്യം. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സൊസൈറ്റീസ് വിത്തിൻ ഈ ഒരു പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളവർ തന്നെ, അതായത് നോട്ട് മോർ ദാൻ 1000 മെമ്പേഴ്സ് ഉള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യേണ്ടത്. പർട്ടിക്കുലേഴ്സ് ഓഫ് നോട്ടിഫിക്കേഷൻ ഇവരെയൊക്കെ അറിയിക്കണം, രജിസ്റ്റേർഡ് പോസ്റ്റ് മുഖാന്തരം അറിയിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഒരു എൻട്രി നമ്പർ 35A കിടക്കുന്ന ഒരു മാറ്റമാണ് കേട്ടോ. 35A സബ് റൂൾ 3A ഇങ്ങനെ കണ്ടീഷൻസ് വരുന്നത്. മറ്റത് ലെസ് ദാൻ 500 എന്ന് പറഞ്ഞാൽ കിടന്നായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതെന്താക്കി, നോട്ട് മോർ ദാൻ 1000 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം ഒരു കുഞ്ഞു ഭാഗമാണ്, ചെറിയൊരു ഭാഗമാണ്. അപ്പോൾ ഈ നോട്ട് മോർ ദാൻ 1000 മെമ്പേഴ്സ് വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് പറയുന്നത്, ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് ദ ഡാഷ് ടു എൻഷുർ ദാറ്റ് ദ മെമ്പേഴ്സ് ഹാവ് ബീൻ ഇൻറ്റിമേറ്റഡ് ഓഫ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ എല്ലാ മെമ്പേഴ്സിനെയും അറിയിക്കണം, ഇൻറ്റിമേറ്റ് ചെയ്യണം എന്നത് ആരുടെ ഡ്യൂട്ടിയാണെന്നാണ് ഈ ചോദ്യം ഉദ്ദേശിക്കുന്നത്. ആരുടെ ഡ്യൂട്ടിയാണ്? ഇലക്ട്രൽ ഓഫീസറുടെ ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് ദ ഇലക്ട്രൽ ഓഫീസർ ടു എൻഷുർ ദാറ്റ് ദ മെമ്പേഴ്സ് ഹാവ് ബീൻ ഇൻറ്റിമേറ്റഡ് ഓഫ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ. ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ്റെ ഇൻറ്റിമേഷൻ എല്ലാവർക്കും അയക്കണം. അത് ആരുടെ ഡ്യൂട്ടിയാണ്? ഇലക്ട്രൽ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത്, ഹു ഷാൾ അപ്പോയിൻറ്റ് ആൻ ഇലക്ട്രൽ ഓഫീസർ. ആരാണ്? ഫ്രം എമംഗ് ദ ഓഫീസേഴ്സ് ഓഫ് ദ കൺസേൺഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ് ആരെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ഇലക്ട്രൽ ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രം എമംഗ് എവിടുന്നാണെന്നും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഓഫീസേഴ്സ് ഓഫ് ദ കൺസേൺഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ഇലക്ട്രൽ ഓഫീസറെ ആരാണ് നിയമിക്കുന്നത്? അപ്പോയിൻറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. എവിടെ നിന്ന്? ഓഫീസേഴ്സ് ഓഫ് ദ കൺസേൺഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, ഭരണത്തിലിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെയാണ് കണ്ടെത്തുക. ഇനി നെക്സ്റ്റ് വന്നിട്ട്, ഹൂ ഷാൾ ബി റെസ്പോൺസിബിൾ ഫോർ ദ പബ്ലിക്കേഷൻ ഓഫ് ദ ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ക്വാളിഫൈഡ് ടു വോട്ട്. അതായത് എല്ലാവർക്കും ഇപ്പം വോട്ടിന് ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല. അപ്പം ഈ ആരാണ് വോട്ട് ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളത്?
ഓക്കെ അറ്റ് ദ എലക്ഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് ആൻഡ് റൂൾസ് ആൻഡ് ബൈലോസ്. അപ്പോൾ അത് പബ്ലിഷ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു ലിസ്റ്റ് മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ, അത് പബ്ലിഷ് ചെയ്യേണ്ടത് ഇലക്ട്രൽ ഓഫീസറുടെ കടമയാണ്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഇലക്ട്രൽ ഓഫീസറുടെ ഡ്യൂട്ടീസ് കുറച്ചുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ടതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്, ഇലക്ട്രൽ ഓഫീസറുടെ കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്, പ്രിസൈഡിങ് ഓഫീസർ. അപ്പോൾ ഈ മൂന്നും എല്ലാം, അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവിന് കുറച്ച് ഇലക്ഷനിൽ ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് നിങ്ങൾ എഴുതി പഠിക്കണം. അപ്പോഴാണ് നമുക്കത് പെട്ടെന്ന് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പം നമ്മൾ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ആഡ് കണ്ടവർക്ക് അറിയാം അല്ലേ. കോഴ്സ് ഇപ്പം നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിൻ്റെ നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ, ഡീറ്റെയിൽസ് അറിയിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ തന്നെ അവൈലബിൾ ആണ്, ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ നമ്മൾ PDF തന്നിട്ട് വോയിസ് നോട്ടായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ടെലഗ്രാമിലൂടെയാണ് ക്ലാസ്. PDF തരും, ഡെയിലി ബേസ് PDF തരും. അതിനുശേഷം കോപ്പറേറ്റീവ് ലോ മാത്രമാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. കോപ്പറേറ്റീവ് ലോ മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ വോയിസ് ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ട്സ് എല്ലാം അവിടെ PDF പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ആഴ്ചയിൽ 4 മോഡൽ എക്സാമും കൂടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് മോഡൽ എക്സാം, 100 മാർക്കിൻ്റെ എല്ലാ സബ്ജക്റ്റും വെച്ചിട്ട് നമ്മുടെ CHEBയുടെ പാറ്റേൺ ഇല്ലേ അതേപോലെ തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനലിൻ്റെ നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇലക്ട്രൽ ഓഫീസറുടെ ഇവിടേക്ക് വരാം. അപ്പോൾ ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്ന് അറിയാം അല്ലേ. ഇനി ഹൂ ഷാൾ ബി റെസ്പോൺസിബിൾ എന്ന് നമ്മൾ പറഞ്ഞു, ക്വാളിഫൈഡ് ടു വോട്ട് ക്വാളിഫൈഡ് ചെയ്യുന്ന ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ് കേട്ടോ. ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് പബ്ലിഷ് ചെയ്യുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഇലക്ട്രൽ ഓഫീസറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് എന്തിനടിസ്ഥാനമാക്കിയിട്ടാണ് ചെയ്യണത്? ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട്, റൂൾസ് ആൻഡ് ബൈലോസ്. ഇതിലത്തെ 3 പ്രൊവിഷൻസിനും അക്കോർഡൻസ് ആയിട്ട് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്നും ഒന്ന് ഓർത്തിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് പബ്ലിക്കേഷൻ ഓഫ് ദ ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ക്വാളിഫൈഡ് ടു വോട്ട് അറ്റ് ദ എലക്ഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട്, റൂൾസ് ആൻഡ് ബൈലോസ് ആസ് ടു ഡോൺ എത്ര ദിവസം? പ്രയർ ടു ദ ഡേറ്റ് ഫിക്സഡ് ഫോർ ദ പോൾ, 60 ഡേയ്സ് മുമ്പേ തന്നെ കേട്ടോ. 60 ഡേയ്സ് മുമ്പേ തന്നെ പബ്ലിക്കേഷൻ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഇവിടെ വന്നിട്ടുള്ളത് പുതിയൊരു അമെൻമെൻറ്റിൻ്റെ ഭാഗമാണ്. സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ അവിടെ പഠിച്ചുല്ലോ, ഒരു എൻട്രി നമ്പർ നമ്മൾ പഠിച്ചുല്ലോ. ഓക്കെ, 35A പഠിച്ചു. അപ്പോൾ അതേപോലെ തന്നെ അടുത്ത 18ാമത്തെ എൻട്രി ആയിട്ട് വന്നിട്ടുള്ളത് 35B വന്ന മാറ്റമാണ്. 35B വന്ന മാറ്റം ഇതാണ് കേട്ടോ. സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനൊക്കെ സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലും ഇലക്ഷൻസ് നടത്താമല്ലോ. അപ്പോൾ ആ സമയം അവിടെ ഇൻറ്റിമേഷൻ അയക്കുന്നതിനെ കുറിച്ചിട്ടുള്ളതാണ്. അവിടെയും ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് ആയിരുന്നു, അവിടെ നേരെ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് ആയിരുന്നു പണ്ടുണ്ടായിരുന്നത്, അത് പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് PDF ഈ പറഞ്ഞ പോലെ അമെൻമെൻറ്റ്സുമായി ബന്ധപ്പെട്ട PDF ഗ്രൂപ്പിലുണ്ട് കേട്ടോ. കിട്ടാത്ത പിള്ളേരുണ്ടെങ്കിൽ നമ്മുടെ CHEB ആസ്പിറൻസിൻ്റെ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടല്ലോ, നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആർക്കും അങ്ങനെ ഗസറ്റ് ഉണ്ട് കറക്റ്റായിട്ട്, കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയ ഗസറ്റ് ഉണ്ട്. അപ്പോൾ ഗസറ്റ് ആരെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഒന്നും അറിയാത്ത പോലെ ഇരിക്കരുത്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ പഠിക്കാനുള്ള ശ്രമങ്ങൾ വേണം. ആകെ അമെൻമെൻറ്റും ഒന്ന് ഇപ്പോൾ എല്ലാം സെക്ഷനായാലും റൂൾസ് ആയാലും ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഒന്ന് പഠിച്ചെടുക്കുക തന്നെ വേണം, എന്നാലല്ലേ നമുക്ക് അതിനൊരു ബേസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് എല്ലാവരുടെ കയ്യിലും എന്ത് വേണം, ഈ ഒരു ഈ സംഭവം, അതായത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന സംഭവം ഉണ്ടല്ലോ, അത് PDF രൂപത്തിൽ എല്ലാ ചാനൽസിലും ഈ പറഞ്ഞ പോലെ എല്ലാ ഗ്രൂപ്പുകളിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ, എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞത്. ചില ആൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ല, എവിടെ നിന്നാണ് കിട്ടുകയെന്ന് അറിയുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലും എല്ലാ ഗ്രൂപ്പുകളിലും ഉണ്ട്. ഇനി നിങ്ങൾക്ക് വേറെ ഗ്രൂപ്പുകളൊന്നും അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാണെങ്കിൽ, ഇനിയിപ്പോൾ അംഗമാവാൻ എളുപ്പമാണല്ലോ, ടെലഗ്രാമിൽ CHEB ആസ്പിറൻസ് അടിച്ചു കൊടുത്ത ചാനൽ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ നമ്മൾ ഇട്ട എല്ലാ ഡോക്യുമെൻറ്റ്സും ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ കൂട്ടത്തിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക കേട്ടോ. അതിലുണ്ട് മാറ്റങ്ങൾ, ഏതൊക്കെ റൂളുകളിൽ എന്തൊക്കെ മാറ്റമാണ്. സെക്ഷൻസിനും ഇതുപോലെയുമായി ബന്ധപ്പെട്ട ഗസറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഗസറ്റിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന്
ചെയ്യണം. എല്ലാവരുടെ കയ്യിലും വേണം. നമുക്ക് മൊബൈലിലൊന്ന് നോക്കാമല്ലോ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, എന്താണ് ഏതാണെന്നൊക്കെ. ഓക്കെ, അപ്പോൾ അതൊന്ന് ആരെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് സംഘടിപ്പിക്കുക. നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ പോരാ, ഇടയ്ക്കൊന്ന് നോക്കും വേണം കേട്ടോ. അങ്ങനെ ക്ലാസ്സസ് ഏതെങ്കിലുമൊക്കെ കാണുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, ഏതൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് തന്നെ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ കാര്യം, അത് ഓൾഡ് ഉണ്ടായിരുന്നു, പിന്നെ അത് പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് ആക്കി മാറ്റി. അത് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് അമെൻമെൻറ്റ് വന്ന ഭാഗമൊന്നും അല്ല, പിന്നെയൊക്കെ നോർമൽ പണ്ടേ ഉള്ളതായിരുന്നു. ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് ദ ഡാഷ് ഓഫ് ദ കൺസേൺഡ് സൊസൈറ്റി ടു പ്രിപ്പയർ ആൻഡ് അപ്ഡേറ്റ് ദ ലിസ്റ്റ് ആസ് പെർ ദ റൂൾസ് ആൻഡ് സബ്മിറ്റ് ദ വോട്ടേഴ്സ് ലിസ്റ്റ് ഡ്യൂലി അപ്രൂവ്ഡ് ബൈ ദ കമ്മിറ്റി ടു ദ ഇലക്ട്രൽ ഓഫീസർ. അതായത് ആരുടെ ഡ്യൂട്ടിയാണ്, കൺസേൺഡ് സൊസൈറ്റിയിലിരിക്കുന്ന ആരുടെ ഡ്യൂട്ടിയാണ് പ്രിപ്പയർ ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം ഈ ലിസ്റ്റ്. ആർക്കാണോ പറഞ്ഞില്ലേ നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ലിസ്റ്റ് റൂൾസിൽ പ്രകാരം, എന്നിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ കമ്മിറ്റി ആദ്യം അപ്രൂവ് ചെയ്യണം കേട്ടോ. കമ്മിറ്റിക്കാണ് ആദ്യം കൊടുക്കുക, ചീഫ് എക്സിക്യൂട്ടീവ് ആണ് ചെയ്യുക കേട്ടോ. ഷാൾ ബി ഡ്യൂട്ടി ഓഫ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ആണ് ഓഫ് ദ കൺസേൺഡ് സൊസൈറ്റി ടു പ്രിപ്പയർ ആൻഡ് അപ്ഡേറ്റ് ദ ലിസ്റ്റ് ആസ് പെർ ദ റൂൾസ് ആൻഡ് സബ്മിറ്റ് ദ വോട്ടേഴ്സ് ലിസ്റ്റ് ഡ്യൂലി അപ്രൂവ്ഡ് ബൈ ദ കമ്മിറ്റി. അതിനുശേഷം അത് ഇലക്ട്രൽ ഓഫീസർക്കാണ് കൈമാറേണ്ടത്. പിന്നെ അദ്ദേഹമാണല്ലോ അവിടെ പരിപാടികൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് ഇലക്ഷൻ്റെ ഭാഗം, പക്ഷേ മനസ്സിലാക്കി എടുക്കുക കേട്ടോ. The chief executive of the concerned society to prepare and update the list as per the ഏത് റൂൾസ് ആൻഡ് സബ്മിറ്റ് പ്രകാരമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ആണ് പറഞ്ഞത്. എലക്ഷൻ്റെ ഡേറ്റിന് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇന്ന ദിവസമാണ് എലക്ഷൻ എന്ന് ഫിക്സ് ചെയ്തതിൻ്റെ 35 days കേട്ടോ പ്രയർ മുമ്പേ ആണ് അത് ചെയ്യേണ്ടത്. ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ കൺസേൺഡ് സൊസൈറ്റി ടു പ്രിപ്പയർ ആൻഡ് അപ്ഡേറ്റ് ദ ലിസ്റ്റ് ആസ് പെർ റൂൾസ് ആൻഡ് സബ്മിറ്റ് ദ വോട്ടേഴ്സ് ലിസ്റ്റ് ഡ്യൂലി അപ്രൂവ്ഡ് ബൈ ദ കമ്മിറ്റി. പ്രത്യേകം നോക്കണം, അപ്രൂവ്ഡ് ബൈ ദ കമ്മിറ്റി. പിന്നെ ടു ദ ഇലക്ട്രൽ ഓഫീസർ വിത്തിൻ 35 days പ്രയർ ടു ദ ഡേറ്റ് ഫിക്സഡ് ഫോർ ദ ഇലക്ഷൻ. ഇവിടെ 35 days മാത്രമല്ല, എവിടെ വേണമെങ്കിലും നമുക്ക് ഡാഷ് വന്നേക്കാം. ആ ഒരു കൺസേണിൽ വേണം നിങ്ങൾ ഓരോ സെൻറ്റൻസും വായിക്കാൻ. ഓക്കെ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ കൺസേൺഡ് സൊസൈറ്റി ടു പ്രിപ്പയർ ആൻഡ് അപ്ഡേറ്റ് the list as per the rules and submit the voters list duly approved by the committee to the electoral officer within dash prior to the date fixed for the election. Okay, ഇനി അടുത്തതായിട്ട് വരുന്നത് it is the duty of the electoral officer. electoral officer ആണ് ഡാഷ് എന്ന് കൊടുത്ത് electoral officer ആണ് കേട്ടോ. to publish പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ആരുടെ ഡ്യൂട്ടിയാണ്? ഇലക്ട്രൽ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. ഏത് ഫോം നമ്പറിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓൺ ദ നോട്ടീസ് ബോർഡ് ഓഫ് ദ ഹെഡ് ഓഫീസിലും ബ്രാഞ്ചസിലും ഒക്കെ പബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ഏത് ഫോം നമ്പറിൽ ചോദിച്ചിട്ടുണ്ട്? പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ഫോം നമ്പർ ഏതാണ്? ഫോം നമ്പർ 34 ആണ്. അപ്പോൾ ഫോമുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ കാണാത്ത കുട്ടികൾ ആരെങ്കിലും ഒന്ന് കാണുക. ഇനി അതിൻ്റെ PDF നമ്മൾ നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഇലക്ട്രൽ ഓഫീസർ ടു പബ്ലിഷ് ദ പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് ഇൻ ഡാഷ് ഓൺ ദ നോട്ടീസ് ബോർഡ് ഓഫ് ദ ഹെഡ് ഓഫീസ് ആൻഡ് ദ ബ്രാഞ്ചസ്. അത് ഫോം നമ്പർ 34 ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ദ സൊസൈറ്റി എന്തെങ്കിലും കോൾ ഫോർ ഒബ്ജെക്ഷൻസ്. തീർച്ചയായിട്ടും ഒബ്ജെക്ഷൻസ് ഉണ്ടാവും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റിനെതിരെ എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് ഉണ്ടെങ്കിൽ എത്ര ദിവസത്തിനകം വേണം എന്ത് ചെയ്യുന്നത്? പബ്ലിഷ് ചെയ്തിട്ട് ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് 7 daysനകം ഒബ്ജെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വീകരിക്കുന്നതാണ്. അതിൻ്റെ ഫോം നമ്പർ ഈ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ഫോം നമ്പറാണ് ഫോം നമ്പർ 35 കേട്ടോ. ഒബ്ജെക്ഷൻ്റെ അല്ല, എന്തിൻ്റെയാണ്? ഫൈനൽ പബ്ലിക്കേഷൻ ഓഫ് ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ്, അതാണ് ഫോം നമ്പർ 35 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ കോൾ ഫോർ ഒബ്ജെക്ഷൻസ് കോൾ ഫോർ ചെയ്യാനുള്ള ഡേയ്സ് ആണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? 7 days പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഒബ്ജെക്ഷൻസ് കോൾ ഫോർ ചെയ്യാനാണ് 7 days പറഞ്ഞിട്ടുള്ളത്. മറ്റേത് ഫോം നമ്പർ 35 റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്തുമായിട്ടാണ്? ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ പബ്ലിഷുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ദ സൊസൈറ്റി കോൾ ഫോറിന് വിളിച്ചു എന്ന് പറഞ്ഞല്ലോ. ഒബ്ജെക്ഷൻസിനെ കോൾ ഫോർ വിളിച്ചു 7 daysനകം പബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞു നമ്മൾ. പബ്ലിഷ് ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് ഫോം നമ്പർ 35 പറഞ്ഞു. ഇത് ചെയ്യേണ്ടത് 20 ദിവസത്തിന് മുമ്പെയാണ് കേട്ടോ. ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യേണ്ടത് എത്ര പോള്, അതായത് പോളെന്ന് വെച്ചാൽ ഇലക്ഷൻ്റെ പോളിൻ്റെ 20 ദിവസത്തിന് മുമ്പ്. ഓക്കെ, 20 days പ്രയർ ടു ദ ഡേറ്റ് ഫിക്സഡ് ഫോർ ദ പോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇലക്ഷനൊക്കെ എങ്ങനെയാണ് പഠിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ നിങ്ങൾ കോളം വരച്ച് എഴുതി വെക്കണം കേട്ടോ. കോളം വരച്ച് എഴുതി വെക്കാതെ നമുക്ക് ഇലക്ഷനൊന്നും പഠിക്കാൻ പറ്റില്ല. ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാതെ കോപ്പറേറ്റീവിലോ പഠിക്കാൻ നമുക്ക് പറ്റില്ല. അത് സ്വപ്നങ്ങൾ മാത്രം. നമ്മുടെ കയ്യിൽ ഒരു നോട്ടും ഇല്ലാതെ ചുമ്മാ വായിച്ച് കോപ്പറേറ്റീവിലോ നമുക്ക് വരുതിയിലാക്കാം എന്ന് പറ്റില്ല. അങ്ങനെ പറ്റുന്ന ആൾക്കാരുണ്ടാവുമെന്ന് എനിക്കറിയില്ല.
എൻ്റെ ഒരു ഒപ്പീനിയൻ പറ്റില്ല എന്നാണ്. നമുക്ക് ഓരോ എക്സാം വരുമ്പോഴും നമ്മൾ തപ്പി നടക്കണം. പിന്നെ മറ്റത് നമ്മുടെ കയ്യിലൊരു ഷോർട്ട് നോട്ട് ഉണ്ട്, നല്ലൊരു നോട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ആഡ് ഓൺ ചെയ്ത് പോയാൽ മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ദയവായി ഏത് മെറ്റീരിയൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ബാങ്കിങ്ങിനാണെങ്കിലും അക്കൗണ്ടൻസിക്കാണെങ്കിലും ഒക്കെ നമുക്ക് വായനയിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാം കുറച്ചൊക്കെ. എന്നാലും അതിനൊക്കെ ഒരു ഷോർട്ട് നോട്ട് ഉള്ളത് നല്ലതാണ്. പക്ഷേ ലോ നോട്ടില്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ലോ നോട്ട് എഴുതുമ്പോൾ തന്നെ റൂൾസ് ഒരു ഭാഗത്ത് എപ്പോഴും നിങ്ങൾ 2 സൈഡാക്കുക. ഒരു ഭാഗം സെക്ഷന് കൊടുക്കുക, ഒരു ഭാഗം റൂളിന് കൊടുക്കുക. ഒരു പേജിനെ 2ആക്കി പകുത്ത് മടക്കി വരയ്ക്കുക എന്ന് പറയില്ലേ നമ്മൾ പണ്ട് കുട്ടികൾ എഴുതിരുന്ന പോലെ. അതുപോലെ തന്നെ നമ്മൾ ഡിഫറൻസ് പഠിക്കില്ലേ, അതേപോലെ നടുക്ക് കൂടി വരച്ച് ഒരു ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട സെക്ഷൻ എഴുതുക, അതുമായി ബന്ധപ്പെട്ട അതേ റൂള് അപ്പുറത്ത് എഴുതുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ പോയിൻറ്റുകളൊക്കെ എഴുതി വയ്ക്കുക. അപ്പോൾ പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കണം. മറ്റത് സെക്ഷൻ്റെ ഒരു ഭാഗത്ത് കിടക്കും, റൂളിൻ്റെ വേറെ ഭാഗത്ത് കിടക്കും. സെക്ഷൻ കുറേ പഠിക്കും, റൂള് അപ്പോൾ സെക്ഷനിൽ കുറച്ച് സംശയം ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെയാണ് വരുന്നുണ്ടാവുക, റൂളിലാണ് വരുന്നുണ്ടാവുക. പണ്ട് നമുക്ക് അങ്ങനെ ചോദിച്ചായിരുന്നില്ല. ചിലപ്പോൾ സെക്ഷൻ മാത്രമേ ചോദിച്ചിരുന്നു, ഏത് റൂളെന്ന് മാത്രമേ ചോദിച്ചായിരുന്നുള്ളൂ. ഇപ്പോൾ അതൊക്കെ കാലമൊക്കെ പോയി ഉള്ളിലേക്ക് ഇറങ്ങി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് പഠിത്തം ഉഷാറാക്കണം. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ കോൾ ഫോർ ഒബ്ജക്ഷൻ ചെയ്തു, എന്നിട്ട് പബ്ലിഷ് ചെയ്യേണ്ടതാണ് പറഞ്ഞത് 20 ദിവസത്തിന് മുന്നേ കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് മെമ്പറിൻ്റെ കാര്യം, അതായത് ആർക്കാണ് ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്ന കാര്യം പറയാണ്. അതായത് എവറി ഡാഷ് ഓഫ് എ സൊസൈറ്റി ഷാൾ ബി എലിജിബിൾ ടു വോട്ട്, who can eligible to vote and contest in the election if he has subscribed to the minimum share value as prescribed in the bylaws. അപ്പോൾ എ ക്ലാസ് മെമ്പർക്കാണ് അല്ലേ, നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർക്ക് ഒന്നുമില്ല നിങ്ങൾക്ക് അറിയാം. എ ക്ലാസ് മെമ്പർക്ക് മാത്രമാണ് എന്ത് എലിജിബിൾ ടു വോട്ട് ആൻഡ് കണ്ടസ്റ്റ് ഇൻ ദ ഇലക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിന് കഴിയുക. ഓക്കെ. പിന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഹി ഹാസ് സബ്സ്ക്രൈബ്ഡ് ടു ദ മിനിമം ഷെയർ വാല്യൂ ആസ് പ്രിസ്ക്രൈബ്ഡ്. എവിടെയാണ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, ബൈലോയിലാണ് അത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഇനി അടുത്തത് വന്നിട്ട് ഇഷ്യൂ ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ, ID കാർഡ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഷാൾ ബി സ്റ്റോപ്പ്ഡ് ബിഫോർ 2 days പ്രയർ ടു ദ ഡേറ്റ് ഓഫ് പോൾ. ഈ ഒരു ഐഡൻറ്റിഫിക്കേഷൻ കാർഡുകൾ കൊടുക്കുന്നത് 2 days മുമ്പേ നിർത്തലാക്കും, 2 ദിവസത്തിന് മുമ്പേ നിർത്തലാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്തത് ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഇഷ്യൂ ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ കാർഡ്സ് ടു ദ മെമ്പേഴ്സിന് ഈ ഒരു തിരിച്ചറിയൽ കാർഡ് കൊടുക്കുന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റി മുഴുവൻ ആർക്കാണ്, ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റിയാണ്. അപ്പോൾ ഇവിടെ ID കാർഡുമായി ബന്ധപ്പെട്ട്, അതായത് ഐഡൻറ്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മാച്ച് ചെയ്യരുത്. ഐഡൻറ്റിറ്റി കാർഡിൻ്റെ റെസ്പോൺസിബിലിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് മാത്രമല്ല കേട്ടോ, അതവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ സെക്ഷനിൽ. ചീഫ് എക്സിക്യൂട്ടീവ് കൂടാതെ ഓഫീസർ ഓതറൈസ്ഡ് ബൈ ദ കമ്മിറ്റി എന്നും കൂടി ഉണ്ട്. അപ്പോൾ 2 ആൾക്കും ഒരേ ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ് പിന്നെ എന്ത് ഇഷ്യൂ ചെയ്യുമ്പോഴത്, ഐഡൻറ്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുമ്പോഴത്. സോ അതൊന്ന് നിങ്ങൾ മൈൻഡിൽ വെച്ചേക്കണം. ഓപ്ഷൻ A എന്ന് പറഞ്ഞിട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഉണ്ടായിരിക്കും. ഓപ്ഷൻ B എന്ന് പറഞ്ഞിട്ട് ആരുണ്ടായിരിക്കും, ദ പേഴ്സൺ അല്ലെങ്കിൽ an ഓഫീസർ ഓതറൈസ്ഡ് ബൈ ദി കമ്മിറ്റി. അങ്ങനെ വന്നാൽ എന്ത് വേണം, ഈ 2 ആളും അതിന് റെസ്പോൺസിബിൾ ആണ്. സോ അത് അങ്ങനെയാണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് A and B ആയിരിക്കും ഉത്തരം, A or B ആയിരിക്കും ഉത്തരം വരിക കേട്ടോ. ആൻഡ് ഇല്ല, നിർബന്ധമില്ല. ആൻഡ് ക്ലോസ് വരുമ്പോൾ നിർബന്ധമായി. ഓർ വരുമ്പം ഒന്നെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഇയാൾ, ഈ ഒരു പിന്നെ ഓതറൈസ്ഡ് പേഴ്സൺ ആരും ആവാം. ഓക്കെ. അപ്പോൾ അത് ഓറാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഐഡൻറ്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ടുള്ളത് അങ്ങനെയാണ് വരിക. ഇത് ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് ഈ ഇലക്ഷൻ്റെ സമയത്തുള്ളതാണ് കേട്ടോ. ഓക്കെ. അത് ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അവിടെ വേറെ ആരെയും റെസ്പോൺസിബിൾ ആക്കി ഏൽപ്പിക്കുന്നില്ല. ഓക്കെ. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഹു ഷാൾ ടേക്ക് എ ഡിസിഷൻ ഓൺ ദ കംപ്ലൈൻറ്റ് ബിഫോർ 2 days പ്രിയർ ടു ദ ഡേറ്റ് ഓഫ് പോൾ. എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് എടുക്കുക. ഇലക്ട്രൽ ഓഫീസറാണല്ലോ, അപ്പോൾ അവിടുത്തെ പിന്നെ പ്രധാനപ്പെട്ട ആൾ ഓഫീസർ. നെക്സ്റ്റ്, ദ നോമിനേഷൻ ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഫോർ എലക്ഷൻ ഷാൾ ബി മെയ്ഡ്. നോമിനേഷൻ ഓഫ് ദ കാൻഡിഡേറ്റ്സ് എലക്ഷൻ മെയ്ഡ് ചെയ്യുന്നത് ഫോം നമ്പർ 36 ആണ്. അത് സപ്ലൈഡ് ബൈ ദി, ആരാ സപ്ലൈ ചെയ്യുന്നത്, റിട്ടേണിംഗ് ഓഫീസറാണ് സപ്ലൈ ചെയ്യുക ടു എനി മെമ്പർ ഫ്രീ ഓഫ് കോസ്റ്റ് ഓൺ ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. ആപ്ലിക്കേഷന് വേണ്ടിയിട്ടൊരു തുകയൊന്നും വാങ്ങുന്നില്ല. ഏത് നോമിനേഷനുള്ള ആപ്ലിക്കേഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ പൈസ കെട്ടിവെക്കണം കേട്ടോ, അറിയാലോ, അത് വരും. എവറി നോമിനേഷൻ പേപ്പർ ഷാൾ ബി സൈൻഡ് ഹൂസ് നെയിംസ്, ആരുടെ
എത്ര പേര് സൈൻ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബൈ 2 മെമ്പേഴ്സ്, 2 മെമ്പേഴ്സ്, അതായത് ഒരു പ്രൊപ്പോസറും വേണം ഒരു സെക്കൻഡറും വേണം. അതറിയാലോ, ഒരാൾ നിർദ്ദേശിക്കുന്ന ആളും പിന്നെ പിന്താങ്ങുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ 2 പേര് വേണം എന്നാണ് പറഞ്ഞത്. എവറി നോമിനേഷൻ പേപ്പർ, എല്ലാ നോമിനേഷൻ പേപ്പറിലും ഷാൾ ബി സൈൻഡ് ബൈ 2 പേഴ്സൺസ്, 2 മെമ്പേഴ്സ് വേണം കേട്ടോ. 2 മെമ്പേഴ്സ് വേണം എന്ന് മാത്രമല്ല, പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ് ഹൂസ് നെയിംസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ വോട്ടേഴ്സ് ലിസ്റ്റ്. വോട്ടേഴ്സ് ലിസ്റ്റിൽ ചിലപ്പോൾ അയാളൊരു നോമിനൽ ഒരു അസോസിയേറ്റ് മെമ്പറായിട്ട് കാര്യമുണ്ടോ? ഇല്ല, ആൾക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരമില്ല. സോ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ആൾക്കാരാവണം ഈ ഒരു ഒപ്പിടുന്ന അല്ലെങ്കിൽ സൈൻ ചെയ്യുന്ന ബൈ 2 മെമ്പേഴ്സ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബൈ 2 മെമ്പേഴ്സ് എന്ന് മാത്രം വന്നു. രണ്ടാമത്തെ ഓപ്ഷനിൽ വന്നത് 2 മെമ്പേഴ്സ് ഹു ആർ ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ ദേ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ വോട്ടേഴ്സ് ലിസ്റ്റ്. അപ്പോൾ അതാണ് കറക്റ്റായിട്ട് ഉത്തരം. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള മെമ്പേഴ്സ് ആവണം, ഏതെങ്കിലും മെമ്പേഴ്സ്. എനി ഓഫ് മെമ്പർ എന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ക്ലോസ് അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എവറി നോമിനേഷൻ പേപ്പർ ഷാൾ ബി സൈൻഡ് ബൈ 2 മെമ്പേഴ്സ് ഹൂസ് നെയിംസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ വോട്ടേഴ്സ് ലിസ്റ്റ്. പിന്നെ 1 ഓഫ് ദ മെമ്പേഴ്സ് ഷാൾ സൈൻ, എങ്ങനെ? പ്രൊപ്പോസറായിട്ടാണ് ഫോമിൽ സൈൻ ചെയ്യുക, മറ്റാൾ സെക്കൻഡറായിട്ടാണ് നോമിനേഷൻ പേപ്പറിൽ സൈൻ ചെയ്യുക എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, അലോങ് വിത്ത് നോമിനേഷൻ പേപ്പറിൻ്റെ കൂടെ കാൻഡിഡേറ്റ് ഒരു തുക ഡെപ്പോസിറ്റ് ചെയ്യണം. 250 റുപ്പീസാണ് പറയണത് കേട്ടോ. ജനറൽ കേസസിൽ 250 റുപ്പീസും പിന്നെ നെക്സ്റ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അടുത്ത ക്വസ്റ്റ്യനായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. SC/ST കേസിലാണെങ്കിൽ 125 രൂപയാണ് കേട്ടോ. 125 ഇവിടെ 250 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും പഠിക്കണം, 250 പഠിക്കണം, 125 പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതായത് ഈ ഒരു നോമിനേഷൻ പേപ്പറിൽ പൈസയൊക്കെ അടച്ചു അല്ലേ, അത് റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവർക്ക് അവൈലബിൾ ആണ്. അത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണെന്നാണ് കേട്ടോ. അപ്പോൾ റീഫണ്ട് കൊടുക്കും എപ്പോൾ? ഈ കെട്ടിവെച്ച തുക തിരിച്ചു കിട്ടുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, നമ്മൾ സാധാരണ ഇലക്ഷൻ പ്രോസസ്സിൽ കേൾക്കുന്നതാണ്. അവൻ്റെ കെട്ടിവെച്ച തുക പോലും കിട്ടിയില്ല എന്ന് പറയും. അപ്പോൾ അവൻ്റെ കെട്ടിവെച്ച തുക കിട്ടുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്ലോസ് വന്നത്. അപ്പോൾ കിട്ടുന്ന സാഹചര്യം ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ഹി ഗെറ്റ്സ് മോർ ദാൻ 10% ഓഫ് ദ ടോട്ടൽ വോട്ട്സ് പോൾഡ്, 10% കൂടുതൽ വോട്ട് പോൾ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? ആൾക്ക് റീഫണ്ട് കിട്ടും. പിന്നെ ഓറാണ് കേട്ടോ, ആൻഡ് അല്ല, ഒക്കെ ഓറാണ്. വിഡ്രോസ് നോമിനേഷൻ പിൻവലിച്ച ആൾക്ക് എന്തായാലും പൈസ തിരിച്ചു കിട്ടും. ഇനി ഹിസ് നോമിനേഷൻ ഈസ് റിജക്റ്റഡ്, എന്തെങ്കിലും പ്രോബ്ലമായിട്ട് റിജക്റ്റ് ചെയ്താലും കിട്ടും. ഇനി നെക്സ്റ്റ് കിട്ടുന്ന കേസ് പറയുന്നത് ഹീസ് ഡിക്ലെയർഡ് എലക്റ്റഡ് ബൈ ദ റിട്ടേണിംഗ് ഓഫീസർ വിത്തൗട്ട് പോളിംഗ്, എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുക എന്നൊക്കെ പറയില്ലേ. ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു, പക്ഷേ ആർക്കും, ബാക്കിയുള്ളവരൊക്കെ പിൻവലിച്ചു പോയി, ഇയാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അദ്ദേഹത്തിൻ്റെ പോളിംഗ് ഓഫീസർ എന്തായിരിക്കും? റിട്ടേണിംഗ് ഓഫീസർ വിത്തൗട്ട് പോളിംഗ് നടത്താതെ തന്നെ എലക്റ്റഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യും, പ്രഖ്യാപിക്കും. അപ്പോഴും എന്ത് ചെയ്യും? ഈ അടച്ച പൈസ തിരിച്ചു കിട്ടും. അപ്പോൾ ഈ 4 കണ്ടീഷൻസും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. മേ ബി നമുക്ക് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, ഈ 4 കണ്ടീഷൻസും. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഈ നോമിനേഷൻ പേപ്പറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. SC/ST ആണെങ്കിൽ 125 അടയ്ക്കുക എന്ന് പറഞ്ഞു. പിന്നെ ഈ ഇനി വന്നിട്ടുള്ളത് നമ്മുടെ അമെൻമെൻറ്റിൻ്റെ ഭാഗമാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് അമെൻമെൻറ്റ് വരുന്നത് ഇവിടെയാണ്. അതായത് 35B ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ് റൂൾ 35B വന്നിട്ടുള്ളത് സ്റ്റേറ്റ് ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യമായിരുന്നു. അതായത് സ്റ്റേറ്റ് ചീഫിൻ്റെ ഈ ഒരു ഡെസിഗ്നേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദ സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ഇൻ ലോ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വന്നിട്ടുണ്ട് കേട്ടോ. സോ അതൊന്ന് നോട്ട് ചെയ്യണം. ലോ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വന്നിട്ടുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യണം. ദ സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ഇൻ ലോ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പുതിയതായിട്ട് പിന്നെ അമെൻഡ് ചെയ്ത ഭാഗമാണ് ലോ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത്. സോ അതൊന്ന് നോട്ട് ചെയ്യണം. ഓക്കെ. പിന്നെ മറ്റ് 2 3 അറിയാലോ, ഒരു ചീഫും പിന്നെ 2 സാധാ കമ്മീഷണേഴ്സും ആണ് ഉണ്ടാവുക. അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആര് തന്നെയാണ്? ഗവൺമെൻറ് തന്നെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആസ് പെർ സബ്സെക്ഷൻ 28B സബ്സെക്ഷൻ 2 പ്രകാരമാണ് അവരുടെ അപ്പോയിൻമെൻറ്റ് നടത്തുന്നത്. ഓക്കെ. പിന്നെ അടുത്ത ഭാഗം 35CA എന്ന് പറഞ്ഞിട്ട്, റൂൾ 35CA എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം വലിയൊരു ഭാഗമാണ്. മാനർ ഓഫ് എലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ടു ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഈച്ച് മെമ്പർ ഡീൽസ് വിത്ത്. അപ്പോൾ അത് റൂൾ 35CA ഇൻസർട്ട് ചെയ്ത പുതിയൊരു ഇൻസേർഷനാണത്. ആ ഒരു ക്ലോസ് അത്യാവശ്യം ഉണ്ട്, കാര്യങ്ങളുണ്ട്. അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ എലക്ഷൻ മെമ്പേഴ്സിനെ
എലക്ട് ചെയ്യുന്നതിൻ്റെ മാനർ, രീതികളെക്കുറിച്ചും അവരുടെ മെമ്പേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഡീറ്റെയിൽസും, കുറച്ച് എലക്ഷൻ ഫണ്ട് ഉണ്ട്, ഒരു എമൗണ്ടുകളോളം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാൻ മാത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരുമിച്ച് നമുക്കൊരു ക്ലാസ്സായിട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കോഴ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്